മിസ്റ്റർ എക്സ് ഇത്ര ചില്ലായിരിക്കും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. മസിൽ പിടിച്ചിട്ട് എന്താ കാര്യം? പിന്നെ സത്യത്തിൽ സാധാരണ നമ്മൾ ഇങ്ങനത്തെ മീറ്റിങ്ങിലൊക്കെ പോകുമ്പോ എല്ലാവർക്കും ഒരു എയർ എടുത്തോ മസിൽ എടുത്തോ ഒക്കെയാണ്. പിന്നെ അതിനൊന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമ്മള് ഈ ബിസിനസിന്റെ കാര്യം ഞങ്ങൾ എല്ലാവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തതിനു ശേഷം ഉറപ്പായിട്ട് അറിയിക്കാം. ഇതൊന്നും അറിയിക്കണം. മീൻസ് കുറച്ച് ബിസിനസ് അധികം നിങ്ങളുടെ ഇൻഫോ കൂടി കിട്ടിയിട്ട് വേണം നമുക്ക് അതിനെ പറ്റിയിട്ട് സംസാരിക്കാനായിട്ട്. ഓക്കെ, പക്ഷെ ലീഗലാണോ അതോ ഇല്ലീഗലാണോ? ഇല്ലീഗൽ. ഇല്ലീഗൽ ഓബിയസ്ലി ഇല്ലീഗൽ. ഓക്കെ, ഇല്ലീഗൽ ബിസിനസ് ഓൾറെഡി നമ്മൾ എയർ ചെയ്തു, നമുക്ക് എല്ലാവർക്കും കൊടുത്തു. ഇല്ലീഗൽ. ഓക്കെ, നിങ്ങളുടെ ചോയ്സ്. അതാണ് പറഞ്ഞത്, നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ബിസിനസ് നിങ്ങൾക്ക് ടേസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ സാർ ഒരു വാർ തുടങ്ങിയാലോ നമുക്ക്? എന്താ അതിന് ഞാൻ എടുക്കുന്ന തുടങ്ങി തരാം. പിന്നല്ല, ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പറയാം. സാർ ഇത് 2 PA ഉണ്ടോ നിങ്ങൾക്ക് പെൺപിള്ളേര്? ഉണ്ട്. നൈസ് ലൈഫ് മാൻ. ഡാം യാ ഞങ്ങൾ പോയിട്ട് വരാം മിസ്റ്റർ എക്സ്. എന്തായാലും കണ്ടതിൽ സന്തോഷം. കണ്ടതിൽ സന്തോഷം. ഓക്കെ, എന്തായാലും ഫാമിലി വിസിറ്റ് ചെയ്യാം. ഉറപ്പായിട്ട് ഞങ്ങൾ വിളിക്കാം. മിസ്റ്റർ എക്സ് ഇവരൊന്നും മിണ്ടത്തില്ലേ ഈ PA? പിന്നെ മിസ്റ്റർ എക്സ് നമ്മൾ കൺസൈൻമെന്റിന്റെ കാര്യം പെണ്ണുങ്ങളെ വേണോന്നോ? ഇപ്പൊ തന്നെ വേണോന്ന് ചോദിച്ചതാ. ഈ മന്ത് ഓൾറെഡി ഫിൽ ഔട്ട് ആയിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത് ഒന്ന് ചാർട്ട് ചെയ്തിട്ട് വരും. നമുക്ക് നമ്മുടെ കുറെ പെൻഡിങ് ഉണ്ട്. നമ്മുടെ ഒരു 3-4 മാസത്തെ പെൻഡിങ് ഉണ്ട്. ആ പെൻഡിങ് അറിയാലോ, ചെക്ക് ചെയ്യാം. ഞാൻ എന്തായാലും അറിയിക്കാം. ജോക്കിയുടെ കട്ടൗട്ട് ഞാൻ അവിടെ കണ്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എനിക്കൊരു ഡൗട്ട് ഉണ്ട് മിസ്റ്റർ എക്സ്. അത് സ്കൂളിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണം, പൂട്ടിക്കുന്നതായിരിക്കും നല്ലത്. അത് നമ്മൾ ഒരുമിച്ച് വിചാരിച്ച, എനിക്കും ഇതേപോലെ ഒരു റിസ്ക് തലേ വെക്കണം എന്നൊരു ആഗ്രഹമില്ല. ഒരു ടെൻഷനും വേണ്ടത്. ഞാൻ ഈ റീല് വീട്ടിൽ ചെന്ന് എഡിറ്റ് ചെയ്തത് അയച്ചു തരാം. ഇതും കണ്ട് ചില്ലായിട്ടിരി ഇവിടെ ബാക്കി എഡിറ്റ്. അപ്പൊ ഓക്കെ ക്യൂട്ടീസ്, ബൈ 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 ഗൈസ്. താങ്ക് യു സോ മച്ച്. വണ്ടി ചാടിക്കറി എടുത്ത് ഒറ്റ ഉള്ളിൽ വിട്ടാലോ? നമ്മൾ ഇത്രയും നന്നായിട്ട് സംസാരിച്ച ഒരു മനുഷ്യന്റെ അടുത്തേക്ക് 3 തലവന്മാരാതെ എല്ലാരോടും ഇങ്ങനെ സംസാരിക്കുന്നത് വിചാരിക്കുന്നു. നമ്മളൊരു നാക്കിലങ്ങ് എടുക്കത്തില്ല പാപ്പ. വീണ്ടും വരിട്ടാ, ഞാൻ ഫ്രണ്ടിൽ പോട്ട്. എങ്ങോട്ടായിരുന്നു? ഓ, നമ്മള് സ്കൂള് പൊളിച്ചിട്ട് അവിടെ ബാർ പണിയാനായിരുന്നു പ്ലാൻ. ഇതാവുമ്പോ സ്കൂളും പൊളിക്കാം, ഇവര് കൂടെ വയ്ക്കും, ബാർ പണിയാൻ ഇവര് കൂടെ വയ്ക്കും, എല്ലാത്തിനും കൂടെ വയ്ക്കും. നമുക്ക് ബിസിനസ് ഐഡിയ നമുക്ക് എന്തെങ്കിലും ആലോചിച്ചിട്ട് നമുക്ക് ഇതാക്കാം കേട്ടാ. അത് സെറ്റാണ് വാസുമതി. നമുക്ക് റേഷൻ കട തുടങ്ങിയാലോ? പാപ്പ ഇവിടെ മുക്കിലും മൂലയ്ക്കും പിള്ളേര് വെള്ളം അടിച്ച് നടക്കുന്ന പിള്ളേരാണ്, മനസ്സിലായ? അതല്ലേ നല്ല കീടിലെ സാധനം. ഒരു നാടൻ പേരിടെ ഇപ്പൊ എല്ലാരും കണ്ടിട്ടില്ലേ? മദ്യം ഉണ്ടാക്കിയിട്ട് മന്ദാകിനി, മന്ദാകരൻ, ഗംഗാധരൻ, ഇതൊക്കെയാണ് മദ്യത്തിന്റെ പേര്. നമുക്കും അങ്ങനത്തെ ഒരു നാടൻ പേരിടാം. വത്സൻ. സൂപ്പർ. മദ്യത്തിനാണ് പേര്. അയ്യാതെ സാധാരണ ജേടി അടിക്കാന്ന് പറയും. അപ്പൊ അതെങ്ങനെ പറയും ചോക്കിയത്? എന്തിനു ചോക്കിയത്? ഇങ്ങനെയാണോ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണേ? പിന്നെന്ത് വേറെ വണ്ടി അങ്ങ് കിടക്കുവാണ് കേട്ടോ. ഇവരങ്ങ് എത്തുമ്പോ നമ്മളവിടെ എത്താം. ഇടന്ന് പോയടാക്കി മിസ്റ്റർ എക്സ് ഒന്നും ചെയ്തില്ല. സച്ച് എ നൈസ് ജെന്റിൽമാൻ. അതാരാ വരുന്നത്? സൈഡൊക്കെ പോയെ. Bye guys, bye. Good night. Okay, thank you. Bye Raghav. Bye. Take care. See you. Thank you. Good night. അസുവനെ, ഇവിടെ പുതിയ വഴിയൊക്കെ വന്നെന്ന് കേട്ടായിരുന്നു. അതുപോലെ അറിഞ്ഞായിരുന്നു? എവിടെ? ഈ റോഡ്. അയ്യോ, രണ്ടാമത്തെ ആണ്. ഇനി ഒന്നി കേറ. അയ്യോ കത്തി. എവിടെ വഴി? നേരെ അപ്പുറത്തോട്ട് പോയാൽ മതി. ഈ റോഡ് അപ്പുറത്തെ ഓപ്പോസിറ്റ് നമ്മുടെ പുറയില്. ഇവിടെ എന്തോ ഉണ്ടല്ലോ. അവിടെ വണ്ടി അവിടെ ഒന്നുമില്ല. അയ്യോ, അവിടെ എന്ത് ഈ കത്തല്? അവിടെ ഭയങ്കര കത്തല്. അവിടെ മാത്രം എന്താ കത്തല്? അറിഞ്ഞൂടാ. എങ്ങോട്ടാ? വീട്ടിലോട്ട്. അത് ബാക്കിലാണ്. അതിന്റെ അകത്തോട് അപ്പുറത്തെ ഡയറക്ഷനായിരുന്നു പോണ്ടിരുന്നത്.
അങ്ങോട്ടാണ് പോണ്ടേ? ആ നേരെ വെക്കാം. പക്ഷെ മിസ്റ്റർ എക്സ് കിടില്ല കേട്ടോ, ഒന്നും പറയാനില്ല. അവ സ്പീഡിൽ പോയാൽ കത്തുവേ. ഇല്ലായിരിക്കും നോക്കാം. ഇല്ലായിരിക്കും ആ കത്തി. ശരിയാ ശരിയാ. ഇതാണ് പുതിയ വഴി. ഉണ്ടായിരുന്നല്ലോ വത്സല വളവ്, എന്തൊരു വളവ് ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ. സുമതി വളവ്. ആ സുമതി വളവ് അപ്പുറത്തെ സൈഡ് ഇപ്പോഴും ചാവുമായിരുന്നു. ഇവിടെ പുതിയ റോഡ് വന്നാ കേട്ടോ. അത് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഇറങ്ങിയാലേ മനസ്സിലാക്കത്തുള്ളൂ. പാലമാണോ മറ്റേ പലാറ്റിലോട്ട് പോലെ പുതിയ ടണൽ വന്നിട്ടുണ്ടെന്നായിരുന്നു കേട്ടെ. അറിയത്തില്ല അല്ല മറ്റേ പാലം ഉണ്ടല്ലോ പുതിയത്. ഏതാ സാൻഡിലോട്ടും കൂടെ പാലം. അത് മറ്റേ വന്നിട്ടില്ല. ഏതോ ഇത് എവിടെ വന്ന് ഇറങ്ങി നമ്മള്? നമ്മള് സാൻഡിൽ ഒന്ന് ഇറങ്ങി ഷോർട്ട് കട്ട്. ഈ സ്റ്റാൻഡിൽ എത്തി പുറയിലത്തെ നമ്മള്. പുറത്തെ മലയിൽ കൂടെ വന്നു. ആ മലയുടെ അകത്തോട്ട് ടണല്. നേരെ നോക്കും നേരെ ഇത് കൊള്ളാലേ. ഓ ഇത് അടിപൊളിയല്ലേ. ഇപ്പൊ പുതിയ റോഡ് വരുന്നുണ്ടെന്നാ കേട്ടെ. ഈ പലാറ്റിലോട്ട് ടണൽ വരുന്നുണ്ടെന്നാ കേട്ടെ. ആ അത് കൊള്ളാം. ആ പാലം കണ്ടോ നേരെ? ആ പാലം കയറി. ആ പാലം കേറിയ അല്ല ഇത് പണ്ടൊന്നും ഇല്ലായിരുന്നല്ലോ. ഇല്ല ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ പാലം കേറിയ എവിടെ എത്തും? ഇതറിയാൻ പറ്റേ മറ്റേ സൈഡിൽ ചെല്ലും. നമ്മുടെ ഓപ്ഷനവിയുടെ റോഡിൽ വാസുമായിട്ട് അറിയാവോ ഇവിടെ ഇല്ലീഗൽ എന്ന് അറിയാവോ? ഇല്ല. ഇടത്തെ സൈഡിൽ കാണുന്ന ഒരു ഓട്ടം കണ്ടോ? ആ അവിടെ ഇല്ലീഗൽ. അയ്യോ വള്ളി പിടിക്ക്. സംസാരിച്ചിട്ട് നിനക്കൊന്നും ഇങ്ങോട്ട് ഇത് മാറുന്നില്ല. മറ്റേ മേടിക്കാൻ കൊറേ അവന്മാരിക്കണം. ഇനി നിങ്ങൾക്ക് കുറച്ചാൾ സംസാരം കാണും. എവിടെ മഷ്റൂം വാങ്ങിച്ചിരുന്ന അവിടെ ഫുള്ള് ടീം സെറ്റ് ആയിട്ട് ബാക്കി വള്ളിയൊക്കെ. നിന്റെ കരവിലായിരുന്നല്ലേ? എന്റെ ഒരു 10-25 ഉണ്ടായിരുന്നു. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. നന്നായി. ഇത് എവിടെ ചെന്ന് ഇറങ്ങും? അപ്പൊ ഇത് എന്തൊരു വഴി ഇത്? ഇത് മറ്റേ ഗ്രൈൻഡർ പോലെ ഇരുന്നില്ല അതിന്റെ സൈഡില്. അത് ഞാൻ ഓ ആ ബ്രിഡ്ജി വന്ന് കയറിയല്ലേ? ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഔട്ട് ഓഫ് ദി ആർപിയ 4 മണിക്ക് വാങ്ങിച്ച ബീഫ് കറി ഇപ്പൊ ചീത്തയായിട്ടുണ്ടായിരിക്കും. ഇല്ല 4 മണിക്കല്ലേ വാങ്ങി. പക്ഷെ അവര് എപ്പോഴാ വെച്ചെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. ഒരു പീസ് ബീഫ് എടുത്ത് കഴിച്ചു നോക്കി ചീത്തയായെന്ന്. ഇല്ലെങ്കിൽ ചൂടാക്കിയാൽ മതി. അതെ. തേങ്ങ ഒന്നും ഇല്ലല്ലോ. തേങ്ങ അരച്ചൊന്നല്ലല്ലോ. അല്ലല്ലോ. സവാളയും കാണത്തില്ലല്ലോ. ഇല്ല പിന്നെ അല്ല സവാളയൊക്കെ അരച്ചു ചേർക്കുക ആൾക്കാര്. ബാബു മിസ്സിങ്. എടാ അവരുടെ പേഴ്സണൽ കാര്യം കളഞ്ഞിട്ട് വരാൻ ഞാൻ എങ്ങനെയാടാ പറയണേ? ഗൈസ് അവന്റെ അച്ഛന് വയ്യാതിരിക്കുവായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നതേ ഉള്ളൂ. വേറെ കുറെ കാര്യങ്ങൾ. നാളെ ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ? എപ്പോഴാ? നാളെ സർപ്രൈസ് അല്ലേ? അതിപ്പോ പറഞ്ഞ സർപ്രൈസ് എങ്ങനെയാവത്തെ? രാത്രി ഓക്കെ ഓക്കെ പാപ്പാ. സെറ്റ്. സ്കൂട്ടർ റെഡിയാക്കിയത് കിട്ടിയായിരുന്നോ? വീണ്ടും $50,000 പോയ അപ്പാ. നമുക്ക് നാളെ തന്നെ ഭരത്താറിന്റെ ക്യാമറ മാറ്റി വെക്കാൻ പറയാം. ഇതൊന്നും മാറ്റണം കേട്ടോ. ഇത് ഭയങ്കര എങ്ങനെ വണ്ടി ഓടിക്കും ഇവിടെ. ഹലോ 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 ഞങ്ങളെ വെടിവെച്ചിട്ട് നീ. ഹലോ ചേട്ടാ മദാരെ ഒന്ന് ഇറക്കി വിടാവോ? അയ്യോ മദാരെ ഞാൻ കെട്ടിയിട്ടേക്കല്ലോ ഇതിനകത്ത്. മദാരെ എന്തിടാ? എന്താണ് പ്രശ്നം? സെറീൻ എന്റെ അനിയത്തിയാ മദാരയുടെ ഗേൾഫ്രണ്ടാ. പെണ്ണൊക്കെ കുടുംബത്തിൽ ചോദിച്ചു വന്നു തുടങ്ങി കേട്ടാ മദാര. നിങ്ങളാണോ? പ്രഗ്നന്റ് ആയിരുന്നു വെച്ചല്ലേ? കുട്ടി പ്രഗ്നന്റ് ആണോ? എത്ര മാസമായി? 2 മാസമായി. ആൺകുട്ടി വേണമെന്നാണോ പെൺകുട്ടി വേണമെന്നാണ് ആഗ്രഹം? ഒരു പെൺകുട്ടി ആയിരുന്നേ കൊള്ളായിരുന്നു. എല്ലാ പിള്ളേരും വേണം, പെൺകുട്ടിയും വേണം. അതെടുത്തോണ്ട് നോക്കാം. അപ്പൊ ഇത് ഇപ്പഴേ നിർത്താനുള്ള പരിപാടി ഒന്നുമില്ല. തുടങ്ങിയതേ ഉള്ളല്ലേ? അപ്പൊ ആഗ്രഹം തീരുന്നവരെ ദൈവം തരട്ടെ. തുടങ്ങിയില്ല.
എൻഗേജ്മെന്റ് മാത്രമേ കഴിഞ്ഞുള്ളൂ ഇപ്പോഴും ഇങ്ങനെ. അയ്യോ ശരിയാ, ഒരു കല്യാണം കഴിക്കണം, മറന്നുപോയി. കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇല്ല എൻഗേജ്മെന്റ് കഴിഞ്ഞോ? ഇതൊക്കെയാണോ ജീവിതം? എൻഗേജ്മെന്റ് കഴിയുമ്പോ പ്രഗ്നന്റ്, കല്യാണം കഴിയുമ്പോ കൊച്ച്. സൂപ്പർ 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 സൂപ്പർ. കൊച്ചിനും കാണാലോ കല്യാണം. എത്ര പിള്ളേരുടെ ആഗ്രഹം അത്. ശരിക്കും മദാരുടെ കൊച്ചാണോ? വൈകിട്ടുള്ളത്. അല്ല ഇതല്ല മറ്റേത് അത് കണ്ടോ ഇവന്മാരെയൊക്കെ സത്യം പറഞ്ഞാൽ മദ്യവൽക്കരിക്കണം. എനിക്ക് മാറിപ്പോയാണ്. അപ്പൊ കുട്ടിയുടെ കൊച്ചിന് അച്ഛൻ ആരാണ്? ഇവിടെ ഉണ്ട് ഗോപാലൻ, ഇവിടെ ഉണ്ട്. ക്രേസി ഗോപാലൻ. ക്രേസി ഗോപാലൻ എന്താ പണി? എന്താ ഇവിടെ ഇത് ഗുണ്ട റോബറിക്കൊക്കെ പോകും. ഗുണ്ടയാണല്ലേ? ഗുണ്ട എനിക്ക് ഇഷ്ടമല്ല, ഞാൻ പറയും ഗുണ്ടത്തരത്തിനൊന്നും പോകരുതെന്ന് അനുസരിക്കത്തില്ല. എന്താ എടാ മലയാളം പണി എടാ നിന്നെയൊക്കെ വന്ധ്യവൽക്കരിച്ച് കളയും കേട്ടോ സത്യം പറഞ്ഞ. ജോക്കി അത് കേട്ടാ ജോക്കി? ക്രേസി ഗോപാലൻ ഗുണ്ടയാണ് സിറ്റിയിൽ. എൻഗേജ്മെന്റിന് പ്രഗ്നന്റ്, കല്യാണത്തിന് കുട്ടി, ഇതെന്തോ പറയടാ. നീ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നു? ഡിവോഴ്സ് ആവാതിരുന്നാ മതിയായിരുന്നു. സത്യം സത്യം, അത് വേറൊരു സത്യമാണ്. മന്ദാര നിനക്ക് വല്ല ഉണ്ടോ ഇനി? അപ്പൊ കുട്ടി മറ്റേ ഓമയ്ക്ക ഒന്നും കഴിക്കരുത് കേട്ടാ. ഓമക്കയോ? ഓമക്ക എന്തുവാ? പപ്പയ്ക്കല്ലേ? പപ്പായ പപ്പായ പപ്പായ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓമയ്ക്ക. നമ്മുടെ നാട്ടിൽ ഓമയ്ക്കാന്നാണ് അവര് പറയണത്. അതൊന്നും കഴിക്കരുത് കേട്ടാ. ഈ ചേട്ടൻ ഗസ്റ്റ് ആയിട്ട് വന്നേ നിങ്ങൾ? നല്ല പോലെ അവന്റെ അടുത്ത് ഏത്തപ്പഴം കഴിക്കാൻ പറയണം കേട്ടോ. ഏത്തപ്പഴമോ? ഏത്തപ്പഴം അല്ല വേണ്ട, ഇരട്ടപ്പഴം. ഇരട്ടപ്പഴം അത് ഇരട്ടക്കുട്ടികൾ വരാൻ വേണ്ടി. അതെ അതെ അതെ. ഈ ഇരട്ടപ്പഴം കഴിച്ച ഇരട്ട കുട്ടികളുണ്ടാവും. കഴിച്ചാൽ മതിയോ? ഉണ്ടാവോ നോക്കട്ടെ, എന്നിട്ട് വേണം എനിക്കൊന്ന് കഴിക്കാൻ. ശരി ശരി. പഴം കഴിച്ചോണ്ട് എങ്ങനെയാണെന്ന് മനസ്സിലാവണില്ല പെണ്ണില്ല ആൾക്ക്. എന്തായാലും റിസൾട്ട് ഉണ്ടെങ്കിൽ പുള്ളി ഒന്ന് അറിയിക്കും. അങ്ങനെ ഗുണ്ടെടുത്ത് അന്വേഷണം പറയണം കേട്ടോ. ഗുണ്ടെടുത്ത് അതെ ഗുണ്ടെടുത്ത് അന്വേഷണം പറയണം. ആളാ ഗുണ്ടത്തരൊക്കെ ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ. ഗുണ്ടത്തരവാ? അതെ, ഒരു കൊച്ചുള്ളതെന്ന് ബോധം വേണ്ടേ? പിന്നെ സമയല്ലേ, 8 മാസം ഉണ്ട്. നമ്മളൊക്കെ എത്ര വളർത്തിയതാ. അതെ, ദുശീലങ്ങളെല്ലാം നിർത്തിക്കണം. ഈ ഗുണ്ട എന്തൊക്കെ ചെയ്യും എനിക്കറിയത്തില്ല. കണ്ടിരിക്കണം. എല്ലാം ചെയ്യുന്ന അപ്പൊ ശരി ശരി ശരി. മന്ദാരത്തിനെ വിടാം പിന്നെ കുറച്ച് കഴിഞ്ഞ്. മോഹൻ അടിച്ചിരിക്കട്ടോ, അങ്ങോട്ട് ഗ്യാങ്സ് കയറി നീ. നമ്മളൊക്കെ എക്സ്പീരിയൻസിലാണ്. മന്ദാര എന്തുവാ മന്ദാര ഇത്? എന്തൊരു കൊഞ്ചലാ കൊച്ചേ. നേരെയൊക്കെ പറഞ്ഞ പോരുന്നു. ഞാൻ ഇരു കൊടുത്തപ്പോ താഴെ പോയെന്ന്. എന്തോ നീ കൊഞ്ചുന്നേ? കൊഞ്ചി കൊഞ്ചി അങ്ങ് ഒഴുകി കൊഞ്ചി അങ്ങ് മെഴുകുക അങ്ങ് കൊഞ്ചി. വണ്ടി നിങ്ങളുടെ വണ്ടിയാണോ ഇത്? അടുത്തോണ്ട് കൂടി. എന്താണ് ഇവിടെ? അല്ലല്ല ഞാൻ എന്നാ ശരി കുട്ടി കാണാം. ഓക്കെ ഞാൻ പറഞ്ഞ ഗുണ്ടെടുത്ത് പറയണം കേട്ടോ. ഗുണ്ടെടുത്ത് ഞാൻ പറഞ്ഞ കേക്കോ? ഹലോ ഓക്കെ 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 കുട്ടി, അപ്പൊ കാണാം കാണാം. ഓക്കെ ഫ്രീ ആണ്. അത് ഇറങ്ങുന്ന ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞു പോകണം. ഇല്ല ഞാൻ ബർത്ത്ഡേ പാർട്ടിക്കില്ല. ബർത്ത്ഡേ പാർട്ടിക്കില്ല. ആരുടെ ബർത്ത്ഡേ പാർട്ടി? നന്ദുക്കുട്ടന്റെ ബർത്ത്ഡേ പാർട്ടി ഞാൻ ഇല്ല. നിങ്ങൾ പോയിട്ടോ എടാ മറ്റേതുണ്ടോ ഇന്ന്? എന്താ ജോക്കി വന്നാ മതി, ഞാൻ ഉണ്ടാവാ. വരുന്നു. അപ്പൊ ഞാൻ പോയിട്ട് 2 മിനിറ്റ് സമയം തരണേ. റേഡിയോയിലെല്ലാം ബൈ ബൈ ഗൈസ്, ബൈ ബൈ ഗൈസ്. ആ ജോക്കി ഞാൻ ഇവിടെ ഉണ്ടാവും. സോ ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ RP. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. എന്റെ അമ്മോ, ഞാൻ ഇപ്പോഴാണ് ഇത് കാണുന്നത് കേട്ടാ. ഗൈസ് ഇന്ന് നമുക്ക് എത്ര സൂപ്പർ ചാറ്റ് കിട്ടിയെന്നറിയാവോ?